ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. അമ്മൂമ്മ, എന്റെ ചേച്ചി എവിടെ പോയി? അവള് കാക്കനാട്ട് പോയി. കാക്കനാട് പോയോ? എന്തിനു പോയി? എപ്പോ പോയി? അതെ, സിദ്ധുവിന്റെ ഒരു കൂട്ടുകാരനെങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് അത് മേടിക്കാൻ പോയതാ. ചേട്ടാ, ഇതൊക്കെ എപ്പോ നടക്കണ? ഞാൻ അറിയണില്ലല്ലോ ഒന്നും. ഇന്നക്ക് കാലയില് അപ്പത്താ സിദ്ധു കൂപ്പിട്ടാ. എന്നാ പിന്നെ എന്നോട് വിളിച്ചിട്ടായിരുന്നോ? ഞാനിവിടെ പോയില്ലായിരുന്നോ? ഓ, ഞാൻ ഉറങ്ങുമായിരുന്ന. എന്നാലും കുഴപ്പമില്ലായിരുന്നില്ല. 2 തട്ടിട്ടേ ഞാൻ ചാടി എണീക്കൂലേ. പാവം ചേച്ചി, ഇനിയിപ്പോ അതെല്ലാം അവിടെ ഒറ്റയ്ക്ക് തൂക്കിക്കൊണ്ട് വരണ്ടേ? டே நீ தூங்கல இல்ல, நீ அப்ப போன்ல பார்த்துட்டு உட்காந்துட்டு இருந்தா. அப்பதான் லெச்சு போனா. ഫോണിനെ പാത്തിട്ട് உட்காந்துட்டு இருந்தா அந்த ஃப்ரெண்ட் ரூம்ல. എന്നിട്ട് എന്നെ വിളിച്ചില്ലേ? എടാ, അതെന്താ കാര്യം എന്നറിയാവോ? അയാൾ വിളിച്ചിട്ട് പറഞ്ഞ അയാൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്തോ ബന്ധുവിൻ്റെ കല്യാണം, അതങ്ങ് കോഴിക്കോടങ്ങാണ്ട. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളെന്ന്. അപ്പം പിന്നെ അത് വേണ്ടി കാത്തിരിക്കണ്ടല്ലോ, അങ്ങനെ പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവള് പോയതാ. അവനങ്ങ് ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ലല്ലോ. എന്നോട് വിളിച്ചോണ്ട് പോവായിരുന്നല്ലോ. ഇപ്പോഴല്ലേ കാര്യമൊക്കെ മനസ്സിലാവണത്. നിനക്ക് എന്ത് കാര്യം മനസ്സിലായി? എന്നെ നൈസിലങ്ങ് ഒഴിവാക്കിയിട്ട് പോയതല്ലേ ചേച്ചി? എടാ, അതൊന്നും അല്ല, ഒരാഴ്ച കഴിഞ്ഞല്ല ഇനി അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ അങ്ങ് പോയതായിരിക്കും പെട്ടെന്ന് വിളിച്ചപ്പം. ശരി, ഞാൻ വിശ്വസിച്ചു പോരെ. പോട്ട്. ഇപ്പൊ എന്തായാലും സാധനമൊക്കെ ഈ വീട്ടിലോട്ട് തന്നെയല്ല പറഞ്ഞേ. നമുക്ക് ഗുണമെല്ലാം കാണും അല്ലേ അമ്മൂമ്മ? കാണുമായിരിക്കും, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. டே கேசு, நீ லெச்சு கிட்ட சண்டை போடாம ரொம்ப பாசமா இரு. சித்து நிறைய பொருள் எல்லாம் அனுப்பியிருக்காங்கல்ல, அதுல உனக்கு பிடிச்சதெல்லாம் இருக்கும். நீ அன்பா சோப்பெல்லாம் போட்டு அப்படி இருந்தனா உனக்கு பிடிச்சதெல்லாம் எடுக்கலாம். അൻപ സോപ്പിട്ട് ഞാൻ ചേച്ചിയ അയ്യ നോക്കി ഇരുന്നാച്ചാലേ മതി. പിന്നെ ലേല ഈടട്ടെ ചേച്ചി നൈസിൽ എൻ്റെ അടുത്ത് ഒരു കാര്യം കൊണ്ട് പറയണില്ല. എന്നെ തള്ളി 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 നീക്കി നിർത്തിയാണ്. കുഴപ്പമില്ല, ആണോക്കെ ഞാൻ പൊക്കിക്കോളാം. സോപ്പിടലും പരിപാടിക്കുന്നു നമ്മളെ കിട്ടൂല. സോപ്പിട്ട് നമ്മളെ കണ്ടിട്ടില്ലല്ലോ ഇന്നവരെ. 25 പൊട്ടി. പിന്നെ என்னம்மா இது இப்படி சொல்லிட்டு போறான்? അതൊന്നും കാര്യമാക്കണ്ട, അത് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അതായത് മെർലിനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവിടെ വന്നത്. ജംഗ്ഷനിൽ വന്നത്. എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു 2 മണിക്കൂർ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്തു. 2-3 തവണ നിന്നെ കോൾ ചെയ്തോ? നീ എടുത്തില്ലല്ലോ. അപ്പോൾ എടുക്കാത്തപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കാണും? സ്വാഭാവികമായിട്ടും നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി കാണില്ല. അതുകൊണ്ട് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് വന്ന്. അത് കഴിഞ്ഞ് നീ വരുമെന്ന് ഞാൻ കണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് രാത്രി മെസ്സേജ് അയക്കാത്ത. രാത്രി നീ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണാഞ്ഞത് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ മരിച്ചു ഉറങ്ങൂല്ലേ എന്നെ? എൻ്റെ പൊന്നു പറഞ്ഞേ, എനിക്ക് സമയമില്ലാത്തോണ്ട് നിനക്ക് മെസ്സേജ് അയക്കാൻ സമയമില്ലാത്തോണ്ടല്ല. നീ അത് ഇല്ല ഞാൻ ഒരു 5 മിനിറ്റ് നീ ഒന്ന് സമാധാനപ്പെടുന്നത് ഞാൻ വിളിക്കാം. ചേട്ടാ, മെർലിൻ ചേച്ചിയാണോ? തന്നെ. മെർലിൻ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ? ബ്രേക്കപ്പാ? ബ്രേക്കപ്പ് നീ തുപ്പടി 3 തവണ തുപ്പടി തുപ്പ്. അല്ല പിന്നെ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടൊന്നുമില്ല. അത് മറ്റേ അവളുടെ കണ്ട ഏതൊക്കെയോ ബന്ധുക്കട വീട്ടിലൊക്കെ കയറി ഇറങ്ങി നടക്കണം. ഞാൻ തരികയെ. എന്നിട്ട് അവള് പറയണത് അവൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ എൻ്റെ സമയമില്ല പോലും. ഇല്ലേ? ഓടി ചേട്ടാ, ലച്ചേച്ചാണെന്ന് തോന്നുന്നു. കനകാന്റെ അമ്മൂമ്മ, എന്റെ ലച്ചു ചാച്ചി വന്നേ. ലച്ചേച്ചി വന്നേ. ചേച്ചി എവിടെ ചേച്ചി? എവിടെ? എടുക്കട്ടെ, ഞാൻ എടുക്കാം. നീ എന്താടാ ആദ്യമായിട്ടാണ് പെട്ടി കാണുന്നേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.